അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ സിഹറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ 2 വീഡിയോകളിൽ. അതിൽ നമ്മൾ സിഹർ ചെയ്യുന്നതിനെ പറ്റി അതേപോലെ 7 പ്രധാന സിഹറുകളൊക്കെ പറഞ്ഞു. ഇനി സിഹർ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് വീട്ടിൽ തന്നെ വെച്ച് അറിയാൻ പറ്റുന്ന ഒരു രീതിയാണ് നമ്മളിതിൽ പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിഹർ സംഭവിച്ചോ, എനിക്ക് സിഹർ ഏറ്റിട്ടുണ്ടോ എന്നൊക്കെ ചില ആളുകൾ നമ്മോട് വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ സിഹറിന് വീട്ടിൽ വെച്ചിട്ട് തന്നെ സിഹർ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയേണ്ട ചില കാര്യങ്ങൾ, അത് നമുക്കിപ്പോൾ ഖുർആൻ ഓതുന്ന രീതിയാണ്. ഖുർആൻ ഓതുന്ന സമയത്ത് നമ്മളെ ശരീരം ചില പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് തയ്യാറെടുപ്പുകളൊക്കെ നടത്തേണ്ടതുണ്ട്. വുളു ചെയ്യുക, ഖുർആൻ ഓതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശുദ്ധിയുള്ള ആളായിരിക്കണം. അതേപോലെ ശുദ്ധമായ സ്ഥലത്ത് ഇരിക്കുക, ശുദ്ധമായ മനസ്സോടുകൂടി അള്ളാഹുവിൽ കേന്ദ്രീകരിച്ച് ഖുർആൻ ഓതുന്ന രീതിയിലാണ് ഇത് ഓതേണ്ടത്. അതിൽ ചെയ്യേണ്ടത് സൂറത്തുൽ ഫാത്തിഹ, അതായത് 1-ാമത്തെ സൂറത്തായ സൂറത്തുൽ ഫാത്തിഹ 3 വട്ടം. ഇത് 2-ാമത്തെ സൂറത്തിലെ 255-ാമത്തെ ആയത്തുൽ കുർസി 3 വട്ടം. അതേപോലെ 7-ാമത്തെ സൂറത്തായ സൂറത്തുൽ അഹ്റാഫിലെ 117 മുതൽ 122 വരെയുള്ള ആയത്തുകൾ 1 വട്ടം. 10-ാമത്തെ സൂറത്തായ സൂറത്ത് യൂനിസിലെ 79 മുതൽ 82 വരെയുള്ള ആയത്തുകൾ 1 വട്ടം. 20-ാമത്തെ സൂറത്തായ സൂറത്ത് ത്വാഹയിലെ 65 മുതൽ 69 വരെയുള്ള ആയത്തുകൾ 1 വട്ടം. 113ഉം 114ഉം സൂറത്തുകളായ സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും 3 വട്ടം വീതം. ഇത് ഖുർആൻ ഓതുന്ന രീതി എന്ന് പറഞ്ഞാൽ മുഴുവൻ ശ്രദ്ധ സൂറത്തുകളിൽ തന്നെ കേന്ദ്രീകരിച്ച് കുറച്ച് ഉച്ചത്തിൽ ഓതുക. ഓരോ സൂറത്തുകൾ ഓതി കഴിഞ്ഞിട്ട് കയ്യിൽ ഊതിയിട്ട് മുഖത്തും ശരീരത്തിലും തടവുക. ഇനി നമുക്ക് ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ശരീരം നമ്മളിങ്ങനെ തിരിച്ചറിയാന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഓതുന്ന സമയത്ത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ഈ റുക്കിയ സമയത്ത് ഇപ്പോൾ സിഹർ ഏറ്റിട്ടുള്ള ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ പൈശാചിക പ്രശ്നങ്ങൾ ഏറ്റിട്ടുള്ള ആളുകളാണെങ്കിൽ തലവേദന, ഒരിങ്ങനെ കുത്തിപ്പിടിച്ച പോലെ ഒരു തലവേദന ഉണ്ടാവും. അല്ലെങ്കിൽ ഉറക്കം വരിക, വായക്കും, അതായത് നമ്മളെ വായക്കും കണ്ണിനൊക്കെ ഭയങ്കരമായിട്ടൊരു ഭാരം വരുന്ന രീതിയിൽ, തലക്കൊരു ഭാരം വരുന്ന രീതിയിലുള്ള ഉറക്കം, അമിതമായിട്ട് ഉറക്കം വരിക. ഒന്നുകിൽ നല്ല ചൂട് തോന്നുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് തണുപ്പ് തോന്നുക. നമ്മൾ ഈ ഓതുന്ന സമയത്ത് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ചിരിയോ ആക്രോശമോ കരച്ചിലോ ഒക്കെ വരിക. ഒന്നുകിൽ ഛർദി തോന്നുക, അതായത് നമുക്ക് ഛർദ്ദിക്കാൻ വരുന്ന പോലെ തോന്നുക. അതേപോലെ വയറ്റിൽ അസ്വസ്ഥതകൾ തോന്നുക. അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ വിറക്കുന്ന പോലെ പ്രശ്നം ഉണ്ടാവുക. അല്ലെങ്കിൽ ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ, അതായത് നമ്മൾ ഓതുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവുക, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരിക. ഇതിലിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശാരീരിക മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സിഹർ സംഭവിക്കാൻ അല്ലെങ്കിൽ പൈശാചിക ഇത് സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇനി ചില ആളുകളുടെ മാത്രം ഇത് കുറച്ച് ആ ഓതുന്ന സമയത്ത് ഉണ്ടാവില്ല, പിന്നെ കുറച്ച് നേരം കഴിഞ്ഞതിൻ്റെ ശേഷമായിരിക്കും ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവുക. അതും ചില ആളുകളുടെ മാത്രം അങ്ങനെയും കണ്ടുവരാറുണ്ട്. ഇനി നമുക്കിപ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരാളെ സമീപിച്ച് കൃത്യമായിട്ട് അതിന് ചികിത്സകൾ ചെയ്യുകയാണ് വേണ്ടത്. ഇപ്പോൾ ഖുർആനികമായിട്ട് ചികിത്സിക്കുന്ന ഒരാളെ സമീപിച്ച് അതിനുള്ളൊക്കെ വ്യക്തമായിട്ടുള്ള ചികിത്സകളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇതിന് ചെയ്യാവുന്ന കുറച്ച് പ്രാക്ടിക്കൽ ചികിത്സാ രീതിയും കൂടി, അതായത് ഒരു റുക്കിയ രീതിയും കൂടി നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ സിഹർ ഏൽക്കുക, സിഹറിനെ ബാധിക്കുക, പൈശാചിക പ്രശ്നങ്ങൾ ഏൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് പലതരം തടസ്സങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ സംരക്ഷിക്കട്ടെ. ഇങ്ങനത്തെ സാഹചര്യങ്ങളെ തൊട്ടും സിഹറിൻ്റെ അഹരികാരെ തൊട്ടും അള്ളാഹു നമ്മളെ ദൂരെയാക്കട്ടെ. അപ്പോൾ പ്രശ്നങ്ങളും പരീക്ഷണങ്ങളൊക്കെ തീർന്ന് സുഖത്തോടും സന്തോഷത്തോടും ജീവിക്കാനുള്ള കരുത്ത് അള്ളാഹു നമുക്ക് നൽകട്ടെ. ആമീൻ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.